പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ടല്ലോ. അത്തരത്തിൽ പ്രാർത്ഥനയുടെ പ്രത്യേകത കൊണ്ടും പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ടും വ്യത്യസ്തമായ 2 ക്ഷേത്രങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതിലാദ്യത്തെ ക്ഷേത്രം കീസരഗുട്ട എന്നു പേരുള്ള ശിവക്ഷേത്രമാണ്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈദരാബാദിൽ നിന്നും ഏകദേശം 30-34 കിലോമീറ്റർ മാറി ഒരു കുന്നിൻ മുകളിലുള്ള ശിവക്ഷേത്രമാണ് കീസരഗുട്ട. ഗുട്ട എന്ന് പറഞ്ഞാൽ കുന്ന് എന്ന് തന്നെ അർത്ഥം. രാവണ നിഗ്രഹത്തിന് ശേഷം രാമൻ വളരെ വിഷമിച്ച് രാവണനെ കൊന്നതിലുള്ള വിഷമം കാരണം അദ്ദേഹം ഇവിടെ ഒരു ശിവക്ഷേത്രം നിർമ്മിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ശിവലിംഗം കൊണ്ടുവരാൻ വേണ്ടി ഹനുമാനെ വാരണാസിയിലേക്ക് പറഞ്ഞുവിടുന്നു. ഹനുമാൻ അവിടെ നിന്ന് ശിവലിംഗവുമായി എത്താൻ ഒരുപാട് വൈകുന്നു. ആ സമയം കൊണ്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ശിവലിംഗം രാമന് കൊടുക്കുകയും രാമൻ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഹനുമാനാകട്ടെ പൂ കൊണ്ടുവരാൻ പറഞ്ഞ പൂന്തോട്ടം കൊണ്ടുവരുന്ന ആളാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം വരുന്നത് 101 ശിവലിംഗങ്ങളുമായിട്ടാണ്. പക്ഷേ അപ്പോഴേക്കും പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു. അതിലുള്ള വിഷമം കാരണം ഹനുമാൻ ഈ ശിവലിംഗങ്ങളെല്ലാം വലിച്ചെറിയുകയാണ് ഉണ്ടാകുന്നത്. അതാണ് കുന്നിൻ മുകളിൽ കാണുന്ന ചെറിയ ചെറിയ കല്ലുകൾ എന്നാണ് ഐതിഹ്യം. പിന്നീട് ഹനുമാനെ സമാധാനിപ്പിക്കാൻ വേണ്ടി രാമൻ കീസരഗുട്ട, അതായത് കേസരിയുടെ മകൻ എന്നുള്ള അർത്ഥം വരുന്ന കീസരഗുട്ട എന്ന ഈ കുന്നിന് പേരിടുകയാണ് ഉണ്ടായത്. കുന്ന് കയറി ക്ഷേത്രത്തിലേക്ക് എത്താൻ പല വഴികളുണ്ട്. വാഹനങ്ങളിൽ വേണമെങ്കിൽ നേരിട്ട് മുകളിലേക്ക് ചെന്നെത്താം. അതല്ലെങ്കിൽ കുന്നിൻ്റെ പല വശങ്ങളിൽ നിന്ന് പടികൾ കയറി മുകളിലെത്താം. ക്യാമറ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കുന്നില്ലെന്ന് എഴുതി വച്ചിരിക്കുന്നത് തെലുങ്കിലായതുകൊണ്ട് അല്പം വൈകിയാണ് ഞങ്ങളത് മനസ്സിലാക്കിയത്. ക്യാമറ ഉപയോഗിച്ചാൽ 1000 രൂപ പിഴയടിക്കും അത്രേ. കുന്നിന് കീഴെയായി കാണുന്ന തടാകത്തിൻ്റെ പേര് കീസരഗുട്ട തടാകം എന്ന് തന്നെയാണ്. ഉയരമുള്ള കുന്നിൻപുറമായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റാണ് ഇവിടെ. ഹനുമാൻ വലിച്ചെറിഞ്ഞെന്ന് പറയപ്പെടുന്ന ശിവലിംഗങ്ങളാണ് ഈ കുന്നിന് ചുറ്റും കിടക്കുന്നത്. അതിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്. കറുത്ത നിറമാണ്. ഇവിടുത്തെ പാറയ്ക്ക് നിറം ചുവപ്പ് കലർന്ന നിറമാണ്. വാരണാസിയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലായതുകൊണ്ട് ആ കല്ലിൻ്റെ നിറം മാറാം. അപ്പോൾ അത് പുരാണവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രാമൻ പ്രതിഷ്ഠിച്ചത് കൊണ്ട് തന്നെ രാമലിംഗേശ്വര എന്നും ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നുണ്ട്.
ഗൂഗിൾ മാപ്പിൽ പരതിയാൽ കീസരഗുട്ട ക്ഷേത്രത്തിൻ്റെ പരിസരത്തായി പുരാതന ജൈന ബുദ്ധ ആർക്കിയോളജി സൈറ്റുകൾ കാണാനാകും. ഉയർന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് ജൈനന്മാരുടെയും ഒരു പതിവായിരുന്നു. ക്ഷേത്ര പരിസരത്ത് ക്ഷയിച്ച് കിടക്കുന്നതായി കാണുന്ന ചില നിർമ്മിതികൾ ജൈന ബുദ്ധ മതക്കാരുടേതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ തെളിവുകൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് പോലും ഇപ്പോൾ കാണുന്നത് ശിവലിംഗങ്ങളാണ്. ആരാധനാലയങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് ഉള്ള രേഖപ്പെടുത്തലുകൾ മാത്രമാണിത്. സഞ്ചാരി ചിലപ്പോൾ വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം. എന്ന് വെച്ചാൽ അയാൾ കാണുന്ന കാര്യങ്ങളിൽ മായം കലർത്തേണ്ടതില്ല. അയാൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അതേപടി പറയാൻ മാത്രമേ അയാൾക്ക് നിർവാഹമുള്ളൂ. കേൾക്കുന്ന കാര്യങ്ങളുടെ, കാണുന്ന കാഴ്ചകളുടെ എല്ലാം മെറിറ്റ്, അതിൻ്റെ ലോജിക്ക് എല്ലാം നോക്കി മനസ്സിലാക്കി അതിനെ അപഗ്രഥിച്ച് പറയേണ്ട കാര്യം സഞ്ചാരിക്കില്ല. ഒരു മതവിശ്വാസിയുടെയും വിശ്വാസങ്ങളെ ഹനിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസികളുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനോ ഒരു സഞ്ചാരിക്ക് സാധ്യമല്ല. ഈ യാത്രയിലും ഞങ്ങൾ എടുക്കുന്ന നിലപാട് അതാണ്. ചിൽക്കൂർ ബാലാജി ടെമ്പിളിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വെങ്കടേശ്വരനാണ് പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതിന് വിസ ബാലാജി എന്ന പേരിൽ കൂടെ അറിയപ്പെടാറുണ്ട്. ഈ വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് വിസയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിസ വേഗത്തിൽ കിട്ടുമെന്നുള്ള രീതിയിൽ പ്രചരണമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. ഇവിടെ അവരത് എടുത്ത് പറയാറുമുണ്ട്, വിസ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ വരിക എന്നുള്ളത്. ഇതിൻ്റെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ. ആദ്യം വരുന്നവർ 11 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. അത് കഴിഞ്ഞ് വിസയൊക്കെ കിട്ടി നിങ്ങൾ കാര്യങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നിട്ട് 108 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. ഇതിൽ നമ്മൾ ഭണ്ഡാരത്തിൽ പൈസ ഇടുകയോ അത്തരത്തിലൊരു കാര്യങ്ങളും ചെയ്യേണ്ട. പക്ഷേ അവരുടെ ചില പുസ്തകങ്ങളുണ്ട്, സ്പിരിറ്റ് ഓഫ് ടെമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ വാങ്ങി അതിൽ നിന്നുള്ള വരുമാനത്തിലാണ് ഈ അമ്പലം മുന്നോട്ട് പോകുന്നത്. വലിയ ക്യൂ ആണ് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആ ക്യൂ പുറകിൽ കാണാം. ഞങ്ങൾ അതിനകത്തേക്കൊന്ന് കയറി നോക്കാൻ പോവുകയാണ്. എവിടം വരെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നെങ്കിലും ഇതിൻ്റെ ചില രംഗങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് നമ്മൾ കാണിക്കയിടുകയും മറ്റും വേണ്ട എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഈ വഴി, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി അരികിൽ 2 ഭാഗത്തും കച്ചവടമാണ്. പ്രധാനമായിട്ട് തേങ്ങയാണ്. അവർ പറയുന്ന അകത്ത് തേങ്ങ കൊണ്ടുപോയി അടിച്ച് അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഗുണം അല്ലെങ്കിൽ പ്രയോജനം കിട്ടും എന്നുള്ള രീതിയിലാണ് പുറത്തുള്ള പ്രചരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസിങ്ങും കച്ചവടവും ഇവിടെ ഗംഭീരമാണ് ക്ഷേത്രത്തിന് വെളിയിൽ. ഇത് ക്ഷേത്രത്തിനകത്ത് കയറുന്നവർക്ക് കിട്ടുന്ന ഒരു ചീട്ടാണ്. ഈ ചീട്ടിൻ്റെ മറുവശം ഇതാണ് 108 പ്രാവശ്യം റൗണ്ട് അടിക്കുന്നവർക്ക് അടയാളം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാർക്ക് ചെയ്ത് 108. ഇവിടെ പ്ലാസ്റ്റിക് നിരോധനമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വാക്കായ മേടിച്ചപ്പോൾ കിട്ടിയതെല്ലാം കടലാസിൽ പൊതിഞ്ഞാണ് തന്നത്. വേറെ ഒരു സാധനം വാങ്ങിയതും എല്ലാം കടലാസിലാണ് പൊതിഞ്ഞ് തന്നത്. അതേതായാലും നല്ല കാര്യം തന്നെ. ഇതിവിടെ അമ്പലത്തിൻ്റെ പുറത്ത് ഒരു കടയിൽ കിട്ടുന്ന സമോസയാണ്.
പ്രത്യേകതയുള്ള സാധനമാണ്. കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. സാധാരണ സമൂസയിൽ നിന്ന് ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. കൂടാതെ ഇതിൻ്റെ കൂടെ മുളക് ക്ഷേത്രത്തിന് ചുറ്റും കടകളാണ്. ഈ കടകൾക്കിടയിലൂടെയുള്ള ഒരു വഴിയിലൂടെ നടന്നാൽ ഒസ്മാൻ സാഗർ ലേക്കിലേക്ക് എത്താം. ഒസ്മാൻ സാഗർ ലേക്കിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് ദൈവങ്ങളുടെയും അവതാര പുരുഷന്മാരുടെയും പൊട്ടിയ ശില്പങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിലും മറ്റു പള്ളി ക്ഷേത്രങ്ങളിലായാലും പൊട്ടിപ്പോകുന്ന വിഗ്രഹങ്ങൾ ഈ പുഴയുടെ അല്ലെങ്കിൽ ലേക്കിൻ്റെ തീരത്ത് കൊണ്ടുവന്നിട്ട് ഉപേക്ഷിക്കുകയാണ് പതിവ്. അപ്പോൾ അവർക്കത് പൊട്ടിയത് വീട്ടിൽ വെക്കുന്നത് പലരും ഐശ്വര്യമായിട്ട് കാണുന്നില്ല. അതേസമയം ഉപേക്ഷിക്കുമ്പോൾ ഒരു പ്രകൃതിയിലേക്ക് തന്നെ